ശക്തന്റെ തട്ടകത്തെ ആവേശത്തിലാക്കി തൃശൂരിൽ പുലികളി. തിങ്ങി നിറഞ്ഞ പുരുഷാരത്തിന് മുന്നിൽ പുലികൾ താളത്തിൽ ചുവടുവെച്ചപ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴികൾ പ്രകമ്പനം കൊണ്ടു. ഇതോടെ തൃശൂരിലെ ഓണാഘോഷത്തിന് സമാപനമായി. തൃശ്ശൂരിലെ ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പുലികളിയും അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ഓരോരോ സംഘങ്ങളായി വന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുൻഭാഗത്തുള്ള ഗണപതി ക്ഷേത്രത്തിന് സമീപം നാളികേരമുറച്ച് അവർ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴികളിലൂടെ ഈ റൗണ്ടിനെ ചുറ്റി അല്ലെ ഈ പ്രദക്ഷിണ വഴികളെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വലിയൊരു ആവേശം, അതായത് ഈ പുലികളിക്ക് തുടക്കം മുതൽ തന്നെ വലിയൊരു ആവേശം ഉണ്ടായിരുന്നു. അതിന്റെ ആവേശം ആ പുലികളിയുടെ സമാപനത്തിലേക്ക് അടുക്കുമ്പോഴും ആ ഒരു ആവേശം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് ഈ കുടമാറ്റം പോലെ വളരെ വ്യത്യസ്തതകൾ നിറച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഓരോരോ പുലികളി സംഘങ്ങളും വ്യക്തമാക്കിയിരുന്നത് അവർ സസ്പെൻസുകൾ നിലനിർത്തുന്നുണ്ട്. ആ സസ്പെൻസുകൾ അവസാന ഘട്ടത്തിൽ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ, വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴികളിലേക്ക് എത്തുമ്പോൾ തങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സസ്പെൻസുകൾ ഓരോന്നായിട്ട് പുറത്തേക്കെടുക്കും എന്ന് അവർ അറിയിച്ചിരുന്നു. അതിന് സമാനമായിട്ടുള്ള നിലയിൽ തന്നെ അവർ ഓരോരോ സസ്പെൻസുകളായിട്ട് മുന്നോട്ടെടുത്തു, പുറത്തേക്കെടുത്തു. അത് ടാബ്ലോകളുടെ കാര്യമായാലും അത് പുലികളിയുടെ എല്ലാ ഘട്ടങ്ങളിലും നമുക്കത് കാണാൻ സാധിച്ചു എന്നുള്ളതും ഈ വർഷത്തെ പ്രത്യേകതയാണ്. എന്തായാലും വലിയ സസ്പെൻസുകൾ നിറച്ചുള്ള പുലികളി അതിന്റെ അവസാന വട്ടത്തിലേക്ക് എത്തുകയാണ്. ആ രൗദ്രതാളത്തിനൊപ്പം പുലിത്താളത്തിനൊപ്പം ചുവടുകച്ച് പുലികൾ ഇങ്ങനെ സ്വരാജ് റവണ്ടി ചുറ്റി വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴികൾ ചുറ്റി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് പുലിയോട് തന്നെ വേണമെങ്കിൽ ചോദിക്കാം, ഇത് എത്രാമത്തെ വർഷമാണ് ഈ ചുവട് വയ്ക്കുന്നത്? ഞങ്ങൾ പാട്രാക്കിൽ ഇപ്പോൾ 2ാമത്തെ വർഷമാണ്. എത്രത്തോളം 10 പേര് ടീം എപ്പോഴും 10 പേരായിട്ട് ഇറങ്ങണം തന്നെയാണ്. എത്രത്തോളം ഉണ്ട് ആവേശം? ആവേശം അങ്ങ് 101% ആണ്. ഇനി പറയാലോ, തൃശ്ശൂരുകാരൻ നല്ല അഭിമാനിക്കാണ്. തൃശ്ശൂരിന്റെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് പുലി. തീർച്ചയായിട്ടും. ഞാൻ നേവിയിലൊരു ഓഫീസറാണ്, എന്നിട്ട് പോലും ഈ ഒരു സമയത്ത് ലീവ് എടുത്ത് ഇങ്ങോട്ട് വന്ന് ഈ വേഷം കെട്ടാൻ വേണ്ടി. നാവികസേനയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. പുലികളി മനസ്സിലുണ്ട്, ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവധിയെടുത്ത് പുലികളിക്ക് ചുവട് വയ്ക്കാൻ, പുലിത്താളത്തിനൊപ്പം ചുവട് വയ്ക്കാൻ എത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ പുലികളി അതിന്റെ അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ്, അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അടുത്ത വർഷവും ഇതുപോലെ തന്നെ നിരവധി വ്യത്യസ്തതകളുമായിട്ട് ഓരോ സംഘങ്ങളും എത്തുമെന്ന വാക്ക് പറഞ്ഞിട്ടാണ് അവർ ഇവിടുന്ന് പോകുന്നത്. ക്യാമറമാൻ BM മനുകൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശൂർ.